കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹം മുഴുവൻ ഏതൊക്കെ രൂപത്തിലാണ് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കണമെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പ്രദർശനം ചെയ്യുക. മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച്, അതുപോലെ കുചേലൻ്റെ ശില്പവും വെങ്കല ഗരുഡ ശില്പമൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ വന്ന് നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെയും കണ്ട് തൊഴാം. അതിനുശേഷം ആനന്ദശയനമൊക്കെ കണ്ട് തൊഴുത് നേരെ ഗോപുരവാതിൽ കയറി അകത്ത് വരുമ്പോൾ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെ കണ്ട് കൊടിമരമൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കിടാവിളക്കൊക്കെ കാണാം. വലതുവശത്തെ ആദ്യത്തെ തൂണും നോക്കി തൊഴാം. ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കുകൾ, വേറെ തിരക്കൊന്നുമില്ല, നല്ല മഴകൾ അതിൻ്റെ. അപ്പോൾ അങ്ങനെ നമുക്ക് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കാം. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് കേട്ടോ. ഇന്നിപ്പോൾ ആളിങ്ങനെ ചെറിയൊരു ഉണ്ണിയാണ്. ഉണ്ണി ഇങ്ങനെ മുട്ട് കുത്തിയിട്ട് പായുന്ന പോലെയാണ്. അപ്പോൾ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ അണിഞ്ഞിട്ടൊക്കെ ഉണ്ട്. അതൊരു സൈഡിലേക്ക് ഇങ്ങനെ, പിന്നെ അങ്ങനെ മുട്ട് കുത്തിയിട്ട് വരുന്ന ആ ഒരു കാഴ്ചയിൽ ഇടത്തെ കൈ ഇങ്ങനെ നിലത്ത് കുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഓടക്കുഴലുണ്ട്. പിന്നെ വലത്തെ കൈയിലാണ് തൊട്ട് മുന്നിൽ ഒരു സ്വർണത്തിൻ്റെ കുടത്തിൽ നിറയെ വെണ്ണ ഉണ്ട്. അപ്പോൾ ആ വലത്തെ കയ്യിൽ വെണ്ണ എടുത്തിട്ടുണ്ട്. അന്ന് വെണ്ണ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കുക. അപ്പോൾ ആ കഴിക്കണേൻ്റെ അതിലാണ് വായെന്നൊക്കെ ഇങ്ങനെ കുറേശ്ശെ പോരണമൊക്കെ ഉണ്ട്. കാരണം ഇങ്ങനെ വാരി കഴിക്കുക ഓടി വന്നിട്ട്. ആ ഒരു കാഴ്ച നല്ല രസമായിട്ടുള്ളൊരു കാഴ്ചയാണ്. നേരെ ഇങ്ങോട്ട് ഓടി വണ്ടി വന്ന് അങ്ങോട്ട് കഴിക്കുകയാണ്. ആ ചെറിയ ഉണ്ണിയുടെ ആ ഒരു അത്ര മുട്ട് കുത്തി പായുന്ന അത്ര വലിപ്പമേ ഉള്ളൂ, അത്രേ വയസ്സുള്ളൂ. അതാണ്. അപ്പോൾ നല്ല രസമായിട്ടാണ്. എന്തായാലും നിറയെ വെണ്ണക്കലം തന്നെ, വലിയ ഒരു വെണ്ണക്കലം സ്വർണത്തിൻ്റെ കലത്തിൽ വെച്ചിട്ടുണ്ട്. അത് കളപ്പം കൊണ്ട് ഇങ്ങനെ കുങ്കുമപ്പൂവിൻ്റെയൊക്കെ നിറത്തിലുള്ള, അതുകൊണ്ട് നല്ല സ്വർണത്തിൻ്റെ കളറായിട്ടുണ്ട്. അപ്പോൾ അതേപോലെ അരയിൽ അരമണിയൊക്കെ കാണാണ്ട്, കിങ്ങിണിയൊക്കെ കാണാണ്ട്, മുകളിലേക്ക് നോക്കിയാലൊരു മുല്ലപ്പൂ മാല പോലെ ഉണ്ടാക്കിയിട്ട്, മുല്ലമുട്ടുമാല, പിന്നൊരു വളയം പോലത്തെ മാലയുണ്ട്. പിന്നെ തിരുനെറ്റിയിൽ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. ഒരു തിരുമുടി മാലയുള്ളൂ. അതെങ്ങനെ വെച്ചാൽ വെളുത്ത പൂവും കുറച്ച് തെച്ചി. പിന്നെ ഉണ്ടമാല 2 ഉണ്ട്. ഒന്ന് താമരയും തുളസിയും കൂടി ഉള്ളതൊന്നും, പിന്നെ ഒന്ന് തെച്ചിയും തുളസിയും വെളുത്തപ്പൂവും കൂടി ഉള്ളത്. അങ്ങനെ വളരെ രസമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണ് ആ മുട്ട് കുത്തിയിട്ട് ഓടി വരുന്ന വെണ്ണ എടുത്ത് കഴിക്കുന്ന ഉണ്ണിക്കണ്ണനെ. അപ്പോൾ എല്ലാവരും കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ, നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അങ്ങനെ തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ലും തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെയും കണ്ടു തൊഴാം. അതിനുശേഷം ഗണേശൻ്റെ അടുത്തേക്ക് വരിക, ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറിയിക്ക് നോക്കുക, സരസ്വതി ദേവിനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെ തൊഴുത് വരുമ്പോൾ ആ കോർണറിലെത്തിയ ചെറിയൊരു ഗണേശനെ കാണാം. പിന്നെ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് ഓദിക്കേൻ്റെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് അനന്തശായിയായ അനന്തപത്മനാഭനെ കാണാം. അവിടെ നിന്ന് ധാരാളം മാലകളുണ്ട് കേട്ടോ, നിറയെ താമരയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അതേപോലെ ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കാണാം. അതേപോലെ ഭീഷ്മരുടെ ശരശയ്യൊക്കെ കാണാം. പിന്നീട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത് മുരുകനെയും കണ്ട് തൊഴാം. പിന്നീട് ഹനുമാൻ സ്വാമി എടുത്തു വരിക, ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. നിറയെ മാലകളുണ്ട്, നിറയെ കുങ്കുമമൊക്കെ ഉണ്ട് കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി.
ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് പിന്നീട് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദൻ്റെ രൂപവും വെണ്ണക്കണ്ണനൊക്കെ കണ്ട് തൊഴാം. പിന്നീട് ഓവിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. തൊട്ടടുത്തുള്ള താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് നേരെ മുന്നിലോട്ട് നോക്കിയാൽ ആ മണിക്കിണറും ഭഗവാന്റെ നൃത്താറിയും കിടാവിളക്ക് കാണാം, കൊടിമരം കാണാം. അതേപോലെ അടുത്ത അറയിലേക്ക് എത്തുമ്പോൾ കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ അങ്ങനെ കണ്ട് തൊഴുത് വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടൻ്റെ അവിടെ നിന്ന് ചന്ദനം തീർത്തൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് എടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അവിടെ നല്ല അലങ്കാരമായിട്ടുണ്ട്. മുഖത്തൊക്കെ ചന്ദനമൊക്കെ ചാർത്തി നല്ല അതിസുന്ദരിയായിട്ടാണ്. ചുവന്ന പട്ടൊക്കെ എടുത്ത് ധാരാളം ചുവന്ന പൂക്കളുണ്ട്. അതേപോലെ തുളസിമാലകളുണ്ട്. വലിയ വട്ടത്തിലുള്ള ചുവന്ന പൊട്ട് ഉണ്ട്. കിരീടമൊക്കെ വെച്ചിട്ടാണ് അമ്മ ഇരിക്കുന്നത്. അപ്പോൾ അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞു നിന്ന് മമ്മിയൂർ പോകുന്നതായിട്ട് സങ്കല്പിച്ച് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമ്മളെ മനസ്സ് മമ്മിയൂരപ്പൻ്റെ തിരുമുമ്പിലെത്തിയിട്ട് ആ ദർശനം നമുക്ക് പ്രാപ്യമാവും. അതിനുശേഷം നമ്മൾ നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ മുട്ടുത്തി കണ്ണനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് നമസ്കരിക്കാം. പിന്നീട് നേരെ കൂത്തമ്പലത്തിൽ വന്ന ആ കിടാവിളക്ക് കാണാം, അതൊന്ന് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ തൊഴുത് അങ്ങനെ വന്ന് നേരെ പടിഞ്ഞാറ നടയിൽ വന്നാൽ ആ ദൈവസ്തംഭത്തിൻ്റെ മുകളിൽ വേണുഗോപാലിനെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ കൊടിമരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നേരെ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കിലേക്ക് നോക്കിയാൽ കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. അങ്ങനെ വന്ന് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ചെറിയ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹമുള്ള നാരായണാലയത്തിൽ വന്നിട്ട് അതും കണ്ട് തൊഴുത് നമ്മൾ നേരെ ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴാം. പിന്നീട് തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവിനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.